ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു നൽകിയത് ഉപദേശമല്ല, കൽപ്പനയാണ്. ക്രിസ്തു നൽകിയ ഏറ്റവും ശക്തവും അന്തിമവുമായ കൽപ്പനയാണിത്. ഏറ്റവും പരമമായ അടിസ്ഥാന നിത്യസത്യമാണ് സുവിശേഷ പ്രഘോഷണം. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഈശോ തന്റെ മരണത്തിന് മുൻപേ ഈ ദൗത്യം നൽകുന്നത് മർക്കോസ് 16:15 നാം കാണുന്നു. എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാൻ മത്തായി 28:18-20 വാക്യത്തിൽ ഉത്ഥാനത്തിന് ശേഷവും ഇതേ ദൗത്യം കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന യേശുവിനെ നാം കാണുന്നു. ഈ കൽപ്പന ആദിമസഭ ആത്മാർത്ഥമായി അനുഷ്ഠിച്ചതിന്റെ പുണ്യമാണ് ഇന്ന് നാം കാണുന്ന തിരുസഭ. എന്നാൽ കാലം ചെല്ലുന്തോറും ഈ കൽപ്പന അവഗണിക്കപ്പെടാതിരിക്കാൻ മാർപ്പാപ്പമാരും സഭാ നേതൃത്വവും ഇത് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമയാണെന്ന് തങ്ങളുടെ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെയും വ്യക്തമാക്കി തരുന്നുണ്ട്. സഭാ കൂട്ടായ്മയിലായിരുന്ന സഭാ നേതൃത്വങ്ങളോടും സഭാ തനയരോടും സമരസപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥത്തോടും അപ്പസ്തോലിക ആഹ്വാനങ്ങളോടും പ്രബോധനങ്ങളോടും ചാക്രിക ലേഖനങ്ങളോടും താതാത്മ്യപ്പെട്ട് മാത്രമാണ് അടിസ്ഥാന സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക ഇപ്രകാരമാണ്: സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത് തന്നെ എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, സഭയെയാണ് ക്രിസ്തു പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം സഭയുടെ ഏക ദൗത്യം ആണ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. എന്താണ് സുവിശേഷവൽക്കരണം? ദൈവം തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചുവെന്ന സദ്വാർത്തയാണ് സുവിശേഷം. ഈ സത്യം ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷവൽക്കരണം. സദ്വാർത്തയുടെ പ്രഘോഷണമാകയാൽ ഇത് ഏതെങ്കിലും മതത്തിനോ ജാതിക്കോ എതിരല്ല. സത്യം അറിയിക്കുക എന്നതാണ് സുവിശേഷ പ്രഘോഷണം. എന്താണ് സത്യം? ദൈവം തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്നതാണ് സത്യം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സുവിശേഷമായ ക്രിസ്തുവിനെ കാണാം, സുവിശേഷമേകിയ ക്രിസ്തുവിനെ കാണാം. മറ്റുള്ളവരെ സുവിശേഷവൽക്കരണത്തിന് വിളിക്കുകയും ഒരുക്കുകയും ക്ഷണിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക ഇപ്രകാരമാണ്: മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്നും, അതായത് സുവിശേഷ പ്രഘോഷണം എന്ന ഈ സത്യത്തിൽ നിന്നും, സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിൽ സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുകയാണ് സമൂഹമെങ്കിൽ ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി സമൂഹം അകന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥമായ ഏക പ്രത്യാശ എന്നാണ്. ക്രിസ്തു സാധിച്ച രക്ഷ പ്രഘോഷിക്കുക വഴി സ്വന്തമാക്കപ്പെടുന്നത് കൂടുതൽ നല്ല ലോകത്തിനും പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥവും ഏകപ്രത്യാശയുമായ സ്വർഗമാണ്, രക്ഷയാണ്. ക്രിസ്തുവിലൂടെ സാധിച്ച രക്ഷ മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യമാണ്. വേർപിരിഞ്ഞൊരു സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിമാറിപ്പോകുന്നത് രക്ഷ നൽകിയവന് വലിയ സങ്കടമുള്ള കാര്യമാണ്. നാം അകലുന്നത് സൃഷ്ടാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. പ്രകാശപൂർണമായ ഭാവിക്ക്, മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിൽ ഈ നവീന സുവിശേഷവൽക്കരണത്തെ സമീപിക്കുകയാണ് ഉത്തമം. പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് യേശു അയക്കപ്പെട്ടത്. യേശു ഈ ലോകത്ത് വന്നതും സുവിശേഷം അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പൂർണ്ണ പ്രേക്ഷിതനുമാണ്. ദ ഗ്രേറ്റ് ഔട്ട്റീച്ച് ഫ്രം ട്രിനിറ്റി. പിതാവ് ഏൽപ്പിച്ച ദൗത്യം ശിരസാ വഹിക്കുന്ന പുത്രനെയാണ് നാം പിന്നീട് കാണുക. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം എന്ന് പറയുന്ന പുത്രനെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് സകല മാനവ കുലത്തെയും ആനയിക്കുക, അതിനായി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. പാപം വഴി ദൈവത്തിൽ നിന്നകന്ന മനുഷ്യരെ രക്ഷിക്കാൻ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിച്ചു, താതാത്മ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒട്ടിയ വയറുകളും കലങ്ങിയ കണ്ണുകളും നനഞ്ഞ കവിളുകളും കെട്ടുപോയ കണ്ണുകളും വികൃതമായ കൈകാലുകളും ഉണങ്ങിയ കുടങ്ങളും ചതഞ്ഞ ഞാങ്ങണകളും വരണ്ട വീഞ്ഞുപാത്രങ്ങളും താളം പിഴച്ച ഹൃദയങ്ങളും അളിഞ്ഞ ദേഹങ്ങളും പിശാചു കയറിയ ജീവിതങ്ങളും അവൻ കണ്ടു. അത്ഭുതങ്ങളും രോഗശാന്തിയും സൗഖ്യവും നൽകിക്കൊണ്ട് ഒരു സ്നേഹ സമൂഹത്തെ ഈശോ വാർത്തെടുത്തു. അതും 3 വർഷം കൊണ്ട്. ഈ സ്നേഹ സമൂഹത്തിന്റെ തുടർച്ചയ്ക്ക് അനിവാര്യമാണ് സുവിശേഷവൽക്കരണം എന്ന് യേശു നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിനു ശേഷം
40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ തപിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവ് നിറവിൽ ഗലീലയിലേക്ക് തിരിച്ചെത്തി സിനഗോഗിൽ കയറി അവിടുന്ന് പുസ്തകമെടുത്ത് ഇപ്രകാരം അവിടുന്ന് വായിച്ചു. യെശയ്യായുടെ പുസ്തകമായിരുന്നു അത്. ലൂക്കാ സുവിശേഷം 4:18 അത് ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം സിനഗോഗിലുള്ളവരോട് അവിടുന്ന് പറഞ്ഞു: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തെരുവെഴുത്ത് നിറവേറ്റിയിരിക്കുന്നു. അവനെ ഉറ്റുനോക്കിയും പ്രശംസിച്ചും ഇരുന്നവർ തങ്ങൾക്കൊപ്പം നിൽക്കാനും താമസിക്കാനും യേശുവിനോട് ആവശ്യപ്പെട്ടു. അവിടുന്ന് അവരോട് പറയുകയാണ്: മറ്റു പട്ടണങ്ങളിൽ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യ പ്രേക്ഷിതന്റെ അഭൗമമായ തീക്ഷ്ണത നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലോകം മുഴുവനും നിറയേണ്ട സുവിശേഷം, ലോകം മുഴുവനും അറിയേണ്ട സുവിശേഷം, അവനെ കണ്ടുമുട്ടിയവർ പ്രേക്ഷിതരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. നമ്മൾ അറിഞ്ഞ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരലാണ് പ്രഘോഷണം. അന്ത്രയോസ് സിമിയോനോട് പറഞ്ഞു: ഞങ്ങൾ യേശുവിനെ കണ്ടു. ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞു: ഞങ്ങൾ യേശുവിനെ കണ്ടു. സമരിയാക്കാരി സ്ത്രീ സമരിയ ഗ്രാമം മുഴുവനോടും പറഞ്ഞു: എന്റെ ജീവിതത്തെ നോക്കി വായിച്ചവനെ ഞാൻ കണ്ടു എന്ന്. വെള്ളം കോരാൻ കിണറ്റിൻകരയിൽ ചെന്നപ്പോഴാണ് സമരിയാക്കാരിക്ക് ദൈവാനുഭവം ഉണ്ടായത്. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നവൾ എന്നെ ആരും കാണരുത്, എനിക്ക് ആരെയും കാണേണ്ട എന്ന് കരുതി നടന്നവളായിരുന്നു. മനുഷ്യരുടെ കൺവെട്ടത്ത് വരാതെ സ്വയം സൂക്ഷിച്ചവൾ സാക്ഷാൽ മനുഷ്യപുത്രന്റെ മുൻപിലാണ് വന്നുപെട്ടത്. ഒഴിഞ്ഞുമാറി നടന്ന അവളെ സമൂഹത്തിന്റെ സജീവതയിലേക്ക് ആനയിച്ചത് കർത്താവാണ്. പച്ചവെള്ളം കോരി നിറയ്ക്കാൻ കൊണ്ടുവന്ന കുടം കിണറ്റിൻകരയിൽ ഒഴിഞ്ഞു തന്നെയിരുന്നു. പക്ഷേ മനസ്സിലും ആത്മാവിലും ജീവജലം നിറഞ്ഞു തുളുമ്പുന്നവളായി അവൾ പട്ടണത്തിലേക്ക് വന്നു. നാണക്കേടിന്റെയും ദുരഭിമാനത്തിന്റെയും ഏകാന്തതകളിൽ കൂട്ടിനു വന്നു ആ സ്നേഹ സാന്നിധ്യം. നിറയാത്ത കുടവും കുടിച്ചു മതിയാകാത്ത വെള്ളവും എൻ്റെയും ദൈനംദിന ജീവിതങ്ങളെ വിരസമാക്കാറുണ്ട്. മാറ്റം സംഭവിച്ചത് അവൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കോരിമടുക്കുന്ന ആഴമുള്ള കിണറിന്റെ തീരത്ത് അതാ പുതിയ ഉറവ, കൃപയുടെ ജീവധാര. ആ അനുഗ്രഹധാരയെ സ്വന്തമാക്കാൻ തനിയെ വന്നാൽ പോരാ, തനിച്ചനുഭവിച്ചു മടങ്ങരുത്. ആർക്കും തനിച്ചു കുടിച്ചു തീർക്കാൻ പറ്റാത്ത ജീവജല സമൃദ്ധിയിലേക്ക് കുടുംബാംഗങ്ങളെയും വീട്ടുകാരെയും നാട്ടുകാരെയും പട്ടണവാസികളെയും കൂട്ടിക്കൊണ്ടുവരണം. യോഹന്നാൻ 4:1-30 ഇപ്രകാരം പറയുന്നു: ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു: ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുക. പച്ചവെള്ളം നിറച്ച കുടവുമായി അല്ല, ഉറവ പൊട്ടി ഒഴുകുന്ന ഹൃദയവുമായാണ് അവൾ പോയത്. അത് തൻ്റെ വീട്ടിലേക്കല്ല, നഗരത്തിലേക്കാണ്. അവളുടെ പരിചയങ്ങളുടെ ഇട്ടാവട്ടത്തിലേക്കല്ല, വിസ്തൃതമായ ലോകത്തിലേക്കാണ്. ലോകത്തിൻ്റെ അതിരുകളോളം ഒഴുകിച്ചെന്ന ആ പ്രവാഹത്തിൻ്റെ ഉറവിടം സമരിയായല്ല, ഗലീലിയോ നസറത്തോ അല്ല, സ്വർഗമാണ്. പ്രഭവത്തിൻ്റെ ശക്തിയാണ് പ്രവാഹത്തിൻ്റെ ജീവൻ. നമ്മുടെ ദാഹവും ദാരിദ്ര്യവും മാറ്റുകയല്ല, അനേകർക്ക് വിഭവ സമൃദ്ധിയുടെ ദൈവരാജ്യത്തിൻ്റെ വിരുന്നൊരുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സുവിശേഷവൽക്കരണത്തിന് പരിശീലനം വളരെ അത്യാവശ്യമാണ്. ശിഷ്യരെ പടിപടിയായി കൂടെ നടന്ന് പഠിപ്പിച്ച് സ്വഭാവ രൂപീകരണം നൽകി നവീകരിക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. ശാസിച്ചത്, തിരുത്തി സ്നേഹിച്ചത്, അല്പവിശ്വാസത്തെ പരാമർശിച്ചത്, ബോധ്യങ്ങൾ നൽകിയത്, തൻ്റെ സ്നേഹത്താൽ ഒരുക്കി വാർത്തെടുക്കുന്നു. ശിഷ്യരും ആദിമസഭയും മിഷണറി യേശുവിനാൽ ഐക്യപ്പെടുന്നു. യേശു നൽകിയ ദൗത്യം നിർവഹിക്കുന്നു. ആദിമസഭയുടെ സുവിശേഷ പ്രഘോഷണം തന്നെയാണ് സഭയ്ക്ക് മുന്നിലുള്ള സുവിശേഷ പ്രഘോഷണത്തിനുള്ള അടിസ്ഥാന മാതൃക. യേശുവിലൂടെ കൈവന്ന രക്ഷയെ സധൈര്യം സകല ജനങ്ങളോടും പ്രഘോഷിക്കുക എന്നതായിരുന്നു അവരുടെ ശൈലി. കൂടാതെ തങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന്റെ അർത്ഥം ജീവിതം കൊണ്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഹെൻറി ചാഡ്വിക്കിന്റെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ആദിമസഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു ദൃഷ്ടാന്തം നൽകുന്നത് ഇപ്രകാരമാണ്: AD 251 റോമിൽ പ്ലേഗ് ബാധയുണ്ടായത് ചരിത്രമാണ്. നഗരത്തിലെ 1/3 ജനങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. ആരോഗ്യമുള്ളവർ പ്രാണരക്ഷാർത്ഥം ഗ്രാമം വിട്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് പലായനം ചെയ്തു. റോമൻ ക്ഷേത്രങ്ങൾ പൂട്ടി പുരോഹിതന്മാരെല്ലാം നാടുവിട്ടു. രോഗികൾ അശരണരായി പ്രാണനു വേണ്ടി നിലവിളിച്ചുകൊണ്ടിരുന്ന, പിടഞ്ഞു മരിച്ചുകൊണ്ടിരുന്നപ്പോൾ റോമിലെ ക്രിസ്ത്യാനികൾ സഹായഹസ്തവുമായി രംഗത്തിറങ്ങി. അവർ രോഗികളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു, പരിചരിച്ചു. അനേകായിരം രോഗികൾ രക്ഷപ്പെട്ടു. തങ്ങളെ കൊന്നു തള്ളാൻ മത്സരിച്ചിരുന്ന റോമാക്കാരെ രക്ഷിക്കാൻ ക്രിസ്ത്യാനികൾ കാട്ടിയ നല്ല മനസ്സ് അവർ തിരിച്ചറിഞ്ഞു. റോമാക്കാരുടെ കണ്ണു തുറപ്പിച്ചു. രോഗം ഭേദമായവർ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പ്ലേഗിനെതിരായ പോരാട്ടങ്ങളിൽ അനേകം ക്രിസ്ത്യാനികൾ രോഗബാധിതരായി മരിച്ചുവെങ്കിലും അവർ 10,000-ങ്ങളെ ക്രിസ്തുവിനായി നേടിയിരുന്നു.
സുവിശേഷവൽക്കരണത്തിന്റെ നേർചിത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. എതിർപ്പുകൾക്ക് മുൻപിൽ അപ്പസ്തോലന്മാർ പിന്മാറിയിരുന്നെങ്കിൽ സഭ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. സുവിശേഷത്തെ പ്രതി സഹിക്കാനിടയായതിൽ അവർ സന്തോഷിച്ചു. അപ്പസ്തോലൻ 4:18. സുവിശേഷത്തിന് വേണ്ടി സഹിക്കാനുള്ള മനസ്സിനെ ദൈവിക വരമായിട്ടാണ് അപ്പസ്തോലന്മാർ കണ്ടിരുന്നത്. ഫിലിപ്പി 1:28-29. നമ്മുടെ കർത്താവിനെ പ്രതി ലജ്ജിക്കാതെ അഭിമാനബോധത്തോടെ സാക്ഷി നൽകാൻ 2 തിമോത്തി 1:8 ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാ നിറവാണ് സുവിശേഷ പ്രഘോഷണത്തിന് അടിസ്ഥാനം. ജെറുസലേം വിട്ടു പോകരുതെന്നും പരിശുദ്ധാത്മാവ് സഹായകനായി നിറയും വരെ കാത്തിരിക്കണമെന്നും യേശു അവരെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ആത്മനിറവോടെ അതിർത്തികൾ വരെ അവർ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറയുന്നു. പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആത്മാവ്. ജെറുസലേം സ്വന്തം ദേശമാണ്. യൂദയ ബന്ധു വീടുകളാണ്. സമരിയ വിജാതീയ ഭവനങ്ങളാണ്. അവനവനിൽ നിന്ന് സുവിശേഷം ആരംഭിക്കണം എന്നുള്ളത് പ്രധാനവും. സുവിശേഷ പ്രഘോഷണം ഏതാനും പ്രേക്ഷിതരുടെ മാത്രം ഉത്തരവാദിത്വമായി കരുതാതെ സഭ മുഴുവൻ്റെയും ദൗത്യമായി കരുതണം, പരിഗണിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒന്നല്ല സുവിശേഷ പ്രഘോഷണം. കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെടുന്നതാകണം. യോഹന്നാൻ 20:21 പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. സഭയാകുന്ന കൂട്ടായ്മയിൽ മാമോദിസ വഴി നമുക്ക് സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനും ഉള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ധൈര്യവും കൃപയും ലഭിക്കുന്നു. ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനാവില്ല എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. മാമോദിസ വഴി സഭ അംഗമാകുന്ന ആർക്കും അതിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല. സഭയെയാണ് ക്രിസ്തു പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യാൻ നാം സന്നദ്ധമാകണം. സഭയിലെ കൂട്ടായ്മയും ആരാധനാക്രമ ചൈതന്യവും സഭാ നിയമങ്ങളോടുള്ള വിധേയത്വവും സുവിശേഷത്തിൻ്റെ ശക്തമായ സാക്ഷ്യങ്ങളാണ്. പ്രേക്ഷിത ചൈതന്യത്തിന് ഒരു വിപരീത സാക്ഷ്യമാകാൻ നാം മൂലം ഇടയാകരുത് എന്നതും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. കഴിവില്ല, സമയമില്ല, സാമ്പത്തികമില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല, തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ നമുക്കാവില്ല. സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനും യോഹന്നാന്റെ സുവിശേഷം 13:35 നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനുമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 13 പാദങ്ങൾ കഴുകുന്ന യേശുവിൻ്റെ എളിമയാണ് സൂചിപ്പിക്കുന്നത്. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സുവിശേഷം ജീവിക്കുന്ന ക്രിസ്തു. കാർഡിനൽ സൂനകദോസ് ഇപ്രകാരം പറയുന്നു: യു മേ ബി ദ ഓൺലി ഗോസ്പൽ വിച്ച് സമ്മൺ വിൽ എവർ റീഡ്. നിങ്ങളായിരിക്കാം മറ്റുള്ളവർ വായിക്കപ്പെടാൻ പോകുന്ന ഏക സുവിശേഷം എന്ന്. പ്രേക്ഷിത വേലയിൽ നിന്നും നാം പിന്നോക്കം പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ 3. ഒന്നാമതായി, സുവിശേഷം പ്രഘോഷിക്കുന്നതിന് പകരം സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയാൽ മതി എന്ന ചിന്ത. രണ്ടാമതായി, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ ബൈബിളിന്റെ രക്ഷാകരമായ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിൽ കാണിക്കുന്ന ഉദാസീനത സുവിശേഷ പ്രഘോഷണത്തിന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മതങ്ങളും രക്ഷാമാർഗങ്ങൾ ആണെന്ന പഠനം അവതരിപ്പിച്ചുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരും സുവിശേഷ പ്രഘോഷണത്തെ നിർവീര്യമാക്കി. ഈ അബദ്ധങ്ങൾ തിരുത്തിയാൽ മാത്രമേ അർത്ഥപൂർണമായ സുവിശേഷ പ്രഘോഷണം സാധ്യമാകൂ. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഒന്നിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു ഘടകം ഇതാണ്: നാം സുവിശേഷ പ്രഘോഷണത്തിനായി ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതാണത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 15:16. ഫലം പുറപ്പെടുവിക്കാൻ, ഫലം നിലനിൽക്കാനും സഭാംഗങ്ങൾ ഏവരുടെയും കടമയാണ്, ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇറങ്ങുക എന്നുള്ളത്. നാം അയക്കപ്പെട്ടവർ, ബാപ്റ്റൈസ്ഡ്. ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദിസായുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. ദൈവജനത്തിൽ മാമോദിസ സ്വീകരിച്ചവർ എല്ലാവരും സഭയിൽ ഇവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിൻ്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രഘോഷകരാണ് എന്നതാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം 120 പേജ് പ്രതിപാദിക്കുന്നത്. ആദിമസഭയുടെ ജീവിതവും പ്രവർത്തനവും എങ്ങനെയായിരുന്നു? ചിതറിക്കപ്പെട്ടവർ എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം ആത്മനിർവോടെ വചനം പ്രസംഗിച്ചു എന്നുള്ളതാണ്. എസ്തഫാനോസിന്റെ വധം അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരെയും ചിതറിച്ചു കളഞ്ഞു.
സദ്വാർത്തയുടെ പ്രഘോഷണമാണ് എസ്തഫാനോസ് നടത്തിയത്. ദൈവം തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചുവെന്ന സദ്വാർത്തയാണ് സുവിശേഷം. ഈ സത്യം ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷവൽക്കരണം. സദ്വാർത്തയുടെ പ്രഘോഷണമാകിയാൽ ഇത് ഏതെങ്കിലും മതത്തിനോ ജാതിക്കോ എതിരല്ല, സത്യം അറിയിക്കുക എന്നതാണ് സുവിശേഷ പ്രഘോഷണം. ക്രിസ്ത്യാനികളെ കൊല്ലാൻ തിട്ടൂരം വാങ്ങിയ സാവൂളിന്റെ പ്രവൃത്തികളാണ് എസ്തഫാനോസിന്റെ പീഡനത്തിനും മരണത്തിനും കാരണമായത്. ലോകത്തെ തന്റെ അധീനതയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ദുഷ്ടാരൂപി സുവിശേഷ പ്രഘോഷണത്തെ എക്കാലവും എതിർത്തിരുന്നു. എതിർപ്പിന്റെ ഉപകരണങ്ങളായി രാജാക്കന്മാരെയും സാമ്രാജ്യങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും വിവിധ മതവിഭാഗങ്ങളെയും രാഷ്ട്രീയ ശക്തികളെയും സാത്താൻ കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റോമൻ മതമർദ്ദനവും യഹൂദ മതമർദ്ദനവും കമ്മ്യൂണിസ്റ്റ് മതമർദ്ദനവും ഒക്കെ ഈ എതിർപ്പിന്റെ വിവിധ രൂപങ്ങളായിരുന്നു. വിവിധ ദേശങ്ങളിൽ വിവിധ വ്യക്തികളാലും സംഘടനകളാലും സുവിശേഷ പ്രഘോഷണം എതിർക്കപ്പെടുന്നുണ്ട്. ഭാരതത്തിലും എതിർപ്പിന്റെ സ്വരം കഠിനമാകുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തോടുള്ള എതിർപ്പിനെ വ്യക്തിവിരോധമായോ മതസ്പർദ്ധയായോ അല്ല സഭ കരുതുന്നത്. മറിച്ച് ദൈവത്തിനെതിരായി സാത്താൻ നടത്തുന്ന നിരന്തര പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത്. എതിർപ്പിന്റെ അഗ്നിയും ചോരയും സുവിശേഷവൽക്കരണത്തെ എന്നും വളർത്തുന്നു എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. വനത്തിലെ ചില വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ കാട്ടുതീയിൽ വിത്തിന്റെ കഠിനമായ പുറന്തോട് പൊട്ടണമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. സുവിശേഷത്തിന്റെ കൃപ ഒഴുകാൻ സമാനമായ ചില അഗ്നിശോധനകൾ ദൈവം ആവശ്യപ്പെടാറുണ്ട്. ഭാരതത്തിൽ വർദ്ധമാനമാകുന്ന എതിർപ്പിനെയും സുവിശേഷത്തിന്റെ വളർച്ചയ്ക്കുള്ള ഉണർത്തുപാട്ടായി കരുതണം. അതിനുദാഹരണമാണ് പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനം. വളരെ ബോധ്യത്തോടെ, ധൈര്യത്തോടെ, സഹനത്തോടെ, സ്നേഹത്തോടെ എല്ലാ സാഹചര്യത്തിലും ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറീക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കിയെന്ന് റോമ 15:19 നാം വായിക്കുന്നു. സഭയെയും ക്രിസ്ത്യാനികളെയും അങ്ങേയറ്റം പീഡിപ്പിച്ച വ്യക്തി. ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിന്റെ സ്നേഹാനുഭവം ഉണ്ടാകുന്നു. സാവൂളിൽ നിന്ന് പൗലോസിലേക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നു. പിന്നെ ക്രിസ്തു മാത്രം മതി അദ്ദേഹത്തിന്. റോമൻ പൗരത്വവും അസാധാരണ പാണ്ഡിത്യവും കൈമുതലായുള്ള പൗലോസ് അതെല്ലാം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഉച്ഛിഷ്ടമായി കരുതി അനുരൂപപ്പെട്ടു. യേശുവിനായി മാത്രം ജീവിച്ചു. സഭയിലൂടെയും സഭ അംഗീകാരത്തോടെയും മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. പൗലോസിന്റെ പ്രേക്ഷിത തീക്ഷ്ണത റോമ 8:35 നാം വീണ്ടും കാണുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ക്രിസ്തുവിന്റെ സ്നേഹം തനിക്ക് എല്ലാറ്റിനും ഉപരിയാണ്. സ്നേഹത്തോടെ സഹിക്കാൻ, സ്നേഹത്തോടെ സുവിശേഷം പകരാൻ, ശക്തമായ ക്രിസ്തുവിന്റെ സമൂഹത്തെ രൂപപ്പെടുത്താൻ അദ്ദേഹം യു ആർ ഗോഡ്സ് ടുഡേ എന്ന രീതിയിൽ പരിശ്രമിച്ചു. യെസ്, യു ആർ ഗോഡ്സ് ടുഡേ, വി ആർ ഗോഡ്സ് ടുഡേ. ഫ്രാൻസിസ് അസീസി പറയുക ഇപ്രകാരമാണ്: പ്രേസ് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ് എന്നാണ്. 5ാം സുവിശേഷമാകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഫ്രാൻസിസ്കൻ 3ാം സഭ ആത്മായരുടേതാണ്. അദ്ദേഹം രൂപം കൊടുത്ത ചിട്ടവട്ടങ്ങൾ അതിനുണ്ട്. പ്രാർത്ഥന, സർവ്വസംഘ പരിത്യാഗം, ഉപവാസം, ഉപവി, അതായത് ഒരു 5ാം സുവിശേഷം ആകുവാനുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും 1 യോഹന്നാൻ 1:1 നാം ഇങ്ങനെ വായിക്കുന്നു: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നുവെന്ന്. കണ്ടത്, കേട്ടത്, വീക്ഷിച്ചത്, സ്പർശിച്ചതുമായ വചനം ഈശോ പ്രഘോഷിക്കുമ്പോൾ ഇന്നെൻ്റെ ദൗത്യം സുവിശേഷം ജീവിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക എന്നത് തന്നെയാണ്. ജീവിക്കാതെ പ്രഘോഷിക്കാതെ ഇരുന്നാൽ ദുരിതം ആർക്കൊക്കെ? കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന്, എനിക്ക് തന്നെ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് അപ്പസ്തോല പ്രവർത്തനം 4:20 നാം വായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിത ശൈലി ആകേണ്ട ഒന്നാണ്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക എന്നാണ് 2 തിമോത്തി 1:8. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കണം. അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നാം പങ്കുകാരാവുകയും ചെയ്യണം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്തോസ് 9:16. വലിയ കാര്യമല്ലത്, കടമയാണ്, നിർവഹിച്ചേ പറ്റൂ. മറ്റൊരാളെ ഏൽപ്പിക്കാനാവില്ല കടമകളൊന്നും. സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ ദുരിതമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും. സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ആന്തരികവും ബാഹ്യവുമായ ജീവിത മണ്ഡലങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. ഹൃദയത്തിലും അധരത്തിലും ജീവിക്കുന്ന തിരുവചനത്തിന് 2 ധർമ്മങ്ങളുണ്ട്.
വിശുദ്ധീകരണവും പ്രഘോഷണവും. സമരിയക്കാരിക്ക് വചനം സമീപസ്ഥമായപ്പോൾ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടവൾ പ്രഘോഷകയായി. സാവൂളിനെ വിശുദ്ധീകരിച്ച് പൗലോസാക്കിയതും പ്രഘോഷകനാക്കിയതും സത്യവചനമായ ദൈവമാണ്. നമ്മുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കുന്നതും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതും മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതും പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നതും ദൈവപരിപാലനയാണ്, ദൈവവചനമാണ്. ദൈവരാജ്യം പ്രഘോഷിക്കാൻ ഇറങ്ങുന്ന ശിഷ്യർക്ക് ദൈവരാജ്യത്തിന്റെ മനോഭാവങ്ങൾ വേണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ച്, അവിടുത്തെ പരിപാലനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവിടുത്തെ അനുയായികളായ പ്രേക്ഷിതർ. സമ്പത്ത് നശ്വരമെന്ന് കണ്ട് ദൈവരാജ്യത്തിൽ നിക്ഷേപങ്ങൾ ഒരുക്കാൻ ജനത്തെ ആഹ്വാനം ചെയ്യലാണ് സുവിശേഷ പ്രഘോഷണം. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മഹിമപ്രതാപങ്ങൾ വേണ്ടെന്ന് വെച്ച് സ്വയം ദാസനായി മാറിയ ദൈവപുത്രനെ ജനമധ്യത്തിൽ പരിചയപ്പെടുത്തലാണ് സുവിശേഷ പ്രഘോഷണം. മണ്ണിൽ വിളയുന്ന പുൽനാമ്പുകളിൽ സ്വർഗീയ കാന്തിയുടെ ദൃശ്യവിരുന്നൊരുക്കുന്നതിൽ മനസ്സ് സന്തോഷിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അങ്ങനെയെങ്കിൽ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സൃഷ്ടികളുടെ മകുടമായി അവരോധിക്കപ്പെട്ട മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ അവിടുന്ന് ചെയ്യാതിരിക്കുമോ? അതിലുമപ്പുറം അനേക കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് തന്റെ വിശ്വസ്ത സാക്ഷികളും പ്രഘോഷകരും ആകാൻ തെരഞ്ഞെടുത്തയക്കുന്ന ശിഷ്യർക്ക് എന്തിന്റെയെങ്കിലും കുറവ് അവിടുന്ന് അനുവദിക്കുമോ? എന്നിട്ടും വാരിക്കെട്ടാനും സമ്പാദ്യങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി യാത്ര ചെയ്യാനുമാണ് നമുക്ക് താല്പര്യം. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും നാട്ടിൽ പ്രേക്ഷിതൻ വിശന്നു വലഞ്ഞതായി, അഗതിയായി അലഞ്ഞതായി, അനാഥനായി മരിച്ചതായി? പ്രേക്ഷിതന്റെ യാത്ര സാധകന്റെ സഞ്ചാരമായിരിക്കണം. സാധനങ്ങൾ നിറച്ച ചരക്കുവണ്ടിയിൽ സഞ്ചരിച്ചുള്ള സുവിശേഷ പ്രഘോഷണം ഫലം കാണില്ല. സത്യത്തിൽ ദൈവസ്നേഹത്തിന്റെ നിറവോടെ സഹോദരങ്ങളുടെ പക്കൽ ചെല്ലുമ്പോഴാണ് ദൈവരാജ്യ അനുഭവത്തിൽ സമൂഹം വളരുന്നത്. ചെന്നു പറ്റുന്നിടമൊക്കെ വസ്തുക്കളും സംവിധാനങ്ങളും കൊണ്ട് സൗകര്യമുള്ളതാക്കാനുള്ള ഉത്കണ്ഠ പാടില്ല. ദൈവസ്നേഹത്തിന്റെയും ഉപവിയുടെയും സ്നേഹവലയത്തിൽ യഹോവയുടെ ദരിദ്രരായി ജീവിക്കുവാൻ സുവിശേഷ വ്യാപനം നടത്താനും നാം ശ്രമിക്കണം. സ്വർഗീയ ദാനങ്ങൾ മണ്ണിൽ താഴ്ത്തുന്ന, പൂഴ്ത്തിവെക്കുന്ന ദുരന്തപുരുഷനെ സഹതാപത്തോടെ കാണണം. അവന്റെ നിഴലിൽ പോലും ചവിട്ടാതെ നമുക്ക് അകന്നു മാറി സഞ്ചരിക്കാം. ലഭിച്ച താലന്തുകളെ സ്വർഗീയ കൃപകളാക്കി മാറ്റാം. എഴുതി, പാടി, പ്രാർത്ഥിച്ച്, പ്രസംഗിച്ച്, ജീവിച്ച്, അങ്ങനെയൊക്കെ ദൈവരാജ്യ സ്നേഹം നമുക്കൊഴുക്കാം. സുവിശേഷ പ്രഘോഷണം നമ്മുടെ മൗലിക ഉത്തരവാദിത്തമാണ്. എനിക്ക് കിട്ടിയ വിശ്വാസം എൻ്റെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചമായിട്ട് പീഠത്തിൽ വെക്കാൻ ഞാൻ കാണിക്കുന്ന തൻ്റെ ഇടമാണ് എൻ്റെ സുവിശേഷ പ്രഘോഷണം, മിഷൻ പ്രവർത്തനം. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് സീൽ വെക്കുന്നത് ഒരാൾ മിഷണറി ആകുന്നതിനാലാണ്. കുടുംബം, വാർഡ്, ഇടവക, മേഖല, രൂപത ഇവയിലൊക്കെ കിടന്ന് വട്ടം കറങ്ങാതെ എൻ്റെ കർത്താവ് എനിക്ക് തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സുവിശേഷവൽക്കരണം. നാം സുവിശേഷം പ്രഘോഷിച്ചിട്ട് എത്ര പേർ മാമോദീസ മുങ്ങി, എത്ര പേർ കർത്താവിനെ അറിയിക്കാൻ നമ്മോടൊപ്പം വരാൻ തയ്യാറുണ്ട്? ഇത്തരം സർവ്വഫലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ചുട്ടുപൊള്ളിച്ചേക്കാം. ഒരു മിഷനാകാൻ 4 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ചെയ്യണം. ഒരു മിഷണറി എൻകൗണ്ടർ ആവുകയാണ് ഒന്നാമത്തേത്. കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് കർത്താവിനെ കൊടുക്കാനാവില്ല. ഉച്ചപ്പൊരിവെയിലിൽ കർത്താവ് മറിയത്തിന് തന്റെ സുവിശേഷം കൊടുത്തു. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവൾ പറഞ്ഞിട്ടല്ല എന്ന് കണ്ടുമുട്ടിയ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതാണ് മിഷൻ. 3 വിധത്തിൽ കണ്ടുമുട്ടാം: വചനം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ, പഠിക്കാൻ, ആഴപ്പെടാൻ താല്പര്യമുണ്ടാകുമ്പോൾ എൻകൗണ്ടറിങ് ജീസസ് ക്രൈസ്റ്റ് ഈസ് വെരി സിമ്പിൾ. ദ ഇഗ്നറൻസ് ഓഫ് ദ ബൈബിൾ ഈസ് ദ ഇഗ്നറൻസ് ഓഫ് ദ ക്രൈസ്റ്റ്. വിവാഹമാകട്ടെ, പെരുന്നാളാകട്ടെ, മറ്റേത് ഇവന്റ് മാനേജ്മെന്റുകളിലും ആഘോഷങ്ങളും എല്ലാം പൊടിക്കുന്നത് ലക്ഷങ്ങളാണ്. ഒരു 50 പേർക്ക് ബൈബിൾ കൊടുക്കാൻ 100 പ്രാർത്ഥനാ പുസ്തകം, 1000 കൊന്ത വാങ്ങി കൊടുക്കുക, ഇതെല്ലാം നമുക്ക് അനാശാസ്യമായി തോന്നുന്ന പോലെ വിരസമാകുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നിന്നാണ് സുവിശേഷവൽക്കരണത്തിന്റെ ആരംഭം. യൂക്കറിസ്റ്റിക് അഡോറേഷൻ ഇസ് ദി ബിഗിനിങ് ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയാറുണ്ട്. വിശുദ്ധ കുർബാന ജീവിതത്തിൽ ആഘോഷമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? രണ്ടാമത്തത് മിഷണറിക്ക് പരിശീലനം വേണമെന്നുള്ളതാണ്. മിഷണറി ഫോർമേഷൻ നാം നേരത്തെ കണ്ടു. തൻ്റെ കൂടെ ആയിരിക്കാനും തൻ്റെ ജനത്തിനു വേണ്ടി അയക്കപ്പെടാനും ഈശോ ശിഷ്യരെ പരിശീലിപ്പിച്ചു. നമ്മുടെ വിളി ദൈവത്തിൻ്റെ അടുക്കലിരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ദൈവത്തിനു വേണ്ടി ഐക്യപ്പെടാനാണ്. എൻ്റെ ജോലി എൻ്റെ വിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പരിശീലിക്കപ്പെടുക തന്നെ വേണം. ഇവിടെ ആർഭാട ജീവിതം കാണിക്കുന്നത് നാം മിഷൻ കാണാത്തതുകൊണ്ടാണ്. പരിശീലനപ്പെടണം, മിഷൻ കാണണം. മൂന്നാമത്തേത് മിഷണറി വിശുദ്ധന്മാരുടെ തീക്ഷ്ണത അറിയുക എന്നുള്ളതാണ്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. എത്രയധികം കഠിനമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുവോ അതിലുമേറെ വർദ്ധിത വീര്യത്തോടെ കാഠിന്യത്തോടെ ക്രിസ്തുവിൻ്റെ വിജാതിയരുടെ ഇടയിൽ സഭ പണിതുയർത്താൻ പൗലോസ് തീക്ഷ്ണമായി സഹിച്ചു. മിഷണറി സെയിൻസിനെ പരിചയപ്പെടുക വളരെ പ്രധാനമാണ്. മിഷൻ പ്രവർത്തനത്തിന്റെ ഭംഗി കാണണം.
കഫർനാമിലേക്കുള്ള യാത്ര അപകടകരമാണെന്ന് എല്ലാ ശിഷ്യന്മാരും പറയുമ്പോൾ തോമസ് ലീഹ പറഞ്ഞത് എന്താണ്? വരൂ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നാണ്. കട്ടിലിൽ കിടന്ന് മരിച്ചവരാരും സ്വർഗത്തിൽ പോകില്ല. കുരിശിൽ കിടന്ന് മരിച്ചാൽ മാത്രമാണ് സ്വർഗം. ക്രിസ്റ്റിഫിക്കേഷൻ ഈസ് ദ ക്രൂസിഫിക്കേഷൻ. വഴിവെക്കൽ ഉപേക്ഷിച്ചവരെ എടുത്തുപോറ്റിയ വിശുദ്ധ വിൻസെന്റ്, ദൈവമേ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരിക്കലും പിന്നെ വീട്ടിൽ തിരിച്ചു പോകാത്ത മിഷണറി ഫ്രാൻസിസ് സേവിയർ. മിഷണറി സയൻസിന്റെ തീവ്രമായ അനുഭവങ്ങൾ ധ്യാനിക്കുക, വിശുദ്ധരായ സമർപ്പിതരെയും ആത്മായരെയും അറിയുക വളരെ പ്രധാനമാണ്. അടുത്തത് മിഷണറി ചാരിറ്റിയാണ്. എന്നാൽ അത് കാശ് കൊടുക്കലല്ല. മിഷൻ പ്രവർത്തനം സാധ്യമാണ്, അത് ഞാൻ ചെയ്യാൻ കടപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യമാണ് മിഷണറി ചാരിറ്റി. ഞാൻ മിഷണറി പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നു, എനിക്കതിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പ്രതിസന്ധികൾ മിഷൻ പ്രവർത്തനത്തിന്റെ ജീവസ്പന്ദനമാണ്, ജ്വലനമാണ്, ആത്മീയ ഉണർവാണ്. മത്തായിയുടെ സുവിശേഷം 20, യേശു ജെറിക്കോയിലെത്തിയപ്പോൾ അത്തിമരത്തിൽ ഫലമുണ്ടോ എന്ന് നോക്കാനായി ചെല്ലുന്നു. ഇലകളല്ലാതെ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇല ചൂടി നിൽക്കുന്ന, ഫലം ചൂടാത്ത, ശപിക്കപ്പെട്ട അത്തിമരങ്ങളാണ് കേരള കത്തോലിക്ക സഭ സുവിശേഷവൽക്കരണം നിരാകരിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നത്. വിശക്കുന്നവന് മുമ്പിൽ ഫലം നൽകുക, മിഷൻ പ്രവർത്തനത്തെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുക. എ ചർച്ച് വിൽ നോട്ട് സെൻഡ് വിൽ നാച്ചുറലി എൻഡ്. സഭ അയക്കപ്പെടുന്നില്ലെങ്കിൽ ഇല്ലാതാകും. സഭയുടെ അസ്തിത്വം തന്നെ മൃതപ്രായമാകും. 1919 നവംബർ 30 ബെനഡിക്ട് 15 മാർപ്പാപ്പ സാർവത്രിക സഭയ്ക്ക് എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിന്റെ പേര് മാക്സിമം ഇള്ളൂത്. ലത്തീൻ വാക്കാണ് ദ മൊമെന്റസ് ബിഗിനിങ്, ഐതിഹാസികമായ തുടക്കം എന്നാണ് ഇതിനർത്ഥം. ഈശോ കുരിശിൽ മരണപ്പെട്ടപ്പോൾ വലയും വള്ളവും കഫർനാമിൽ ഉപേക്ഷിച്ചു പോകുന്നത് അബദ്ധമായി എന്ന് ശിഷ്യന്മാർ ചിന്തിച്ചിരിക്കാൻ. പക്ഷെ അമ്മ വിട്ടില്ല. പരിശുദ്ധ അമ്മ സെഹ്യോനോട് ശാലയിൽ കാത്തുവെച്ചത് തീനാവുകളായിരുന്നു. വരദാനങ്ങൾ, പ്രാർത്ഥനകൾ അതിശക്തമായി അവിടെ ഒഴുകപ്പെട്ടു. ശക്തരായി പന്തക്കുസ്ത തിരുനാളിൽ വന്നവരോട് അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തെറിച്ചു കൊന്നവന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്ക്. കണ്ണീരണിഞ്ഞ് കേട്ടുനിന്നവർ 3000-ൽ അധികം പേർ തൽക്ഷണം മിഷണറിമാരായി. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത മൊമെന്റസ് ബിഗിനിങ് ഇതാണ്, ഐതിഹാസികമായ തുടക്കം ഇതത്രേ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിന്റെ നാമമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല. വിളവധികം, വേലക്കാർ ചുരുക്കം. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൊയ്ത്തുത്സവം എന്നാണ്. കൈത്താക്കാലം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ഗോതമ്പ് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ പാഴ്വിത്താണ് എന്ന് നമുക്ക് ഓർക്കാം. കത്തോലിക്ക സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ചത്ത കത്തോലിക്കനാണ്. ജ്ഞാനസ്നാനപ്പെട്ടവൻ അയക്കപ്പെട്ടവനാണ്. കർത്താവിന്റെ വഴി കാണിക്കേണ്ടവനാണ്. ദൈവരാജ്യമാണ് വിസ്തൃതമാകേണ്ടത്. When the missionary thrust was lost, that was the first stage of the cancer. Now we are in intensive care unit. തൻ്റെ ഒരു തീവണ്ടി യാത്രയിൽ താൻ കണ്ട TTRനെ പറ്റി റാഫേൽ തട്ടിപ്പ് പിതാവ് പരാമർശിക്കുന്നുണ്ട്. ടിക്കറ്റ് വാലിഡിറ്റി നോക്കുക, യാത്ര ചെയ്യുന്നവരുടെ ടിക്കറ്റ് പരിശോധിക്കുക. ഒപ്പം അദ്ദേഹം ഒരു ബ്രോഷർ കൂടി നൽകുന്നത് കണ്ടു. അതിൽ ഇത്രമാത്രം പിതാവും വായിച്ചു: ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു. ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഓൺലി സേവ് യു. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേഫ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ. യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേണ്ടാത്ത പണിയല്ലേ ഇത് എന്നായി പിതാവ്. അദ്ദേഹമാട്ടെ ഇങ്ങനെയും പറഞ്ഞു: But Almighty God has appointed me to give tickets to all the passengers to heaven. ലോകം മുഴുവൻ തന്റെ ദൈവപുത്ര സ്ഥാനത്തെ അംഗീകരിച്ച് എല്ലാവരും ഒരു പിതാവിന്റെ മക്കളായി തീരണമെന്ന വലിയ സ്വപ്നമായിരുന്നു ഈശോയുടേത്. അത് സാക്ഷാത്കരിക്കണം. മനുഷ്യവംശം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ എൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് നിന്റെ സ്നേഹാക്ഷരങ്ങൾ എഴുതി ചേർക്കണമേ. വരണ്ടുടങ്ങിയ എൻ്റെ ആത്മതടങ്ങളെ പരിശുദ്ധാത്മാവിനെ അയച്ചു നീ നനവുള്ളതാക്കണമേ. ഞാൻ ജീവിക്കുന്ന ഇടം ചെരുപ്പിടാതെ നിലകൊള്ളേണ്ട വിശുദ്ധ സ്ഥലമാണെന്ന ഹൊറേബ് അനുഭവം എനിക്ക് നൽകണമേ. ദൈവം അമരത്തുള്ള വഞ്ചിയിൽ എന്നെ നിലനിർത്തണമേ. ഇല ചൂടുന്ന തടിയാകാതെ ഫലം വിളയുന്ന വൃക്ഷമാക്കണമേ. എൻ്റെ തിരുത്തേണ്ട ജീവിത മനോഭാവങ്ങളെയും വിശദീകരിക്കേണ്ട നിലപാടുകളെയും വെളിപ്പെടുത്തണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.